ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. വിവാഹമൊക്കെ കഴിഞ്ഞ് വരുൺ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് രാധികയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വരുൺ ഇങ്ങനെ രാധികയോട് പറയുകയാണ്, അവർക്കെല്ലാം പ്രിയങ്കയായിരുന്നു. പ്രിയങ്കയുടെ തെറ്റുകളെല്ലാം അവളെക്കാളും അവളുടെ മുത്തശ്ശിയാണ് ന്യായീകരിച്ചു കൊണ്ടിരുന്നത്. ആരോടാണെങ്കിലും ഒരു പരിധി വിട്ട് ദ്രോഹം കാണിച്ചാൽ അവസാനം ഇതായിരിക്കും ഗതി. അങ്ങനെയുള്ളൊരു ദൈവശിക്ഷയാണ് ഇപ്പോൾ മുത്തശ്ശിക്ക് കിട്ടിയിരിക്കുന്നത്. അത് മാത്രമാണെന്ന് രാധിക കരുതിയാൽ മതി. അപ്പോൾ രാധിക വരുണിനോട് പറയുക, മുത്തശ്ശി പ്രിയങ്ക ജീവനോടെ കണ്ടെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ഉള്ളിലൊരു തീയായിരുന്നു. അപ്പോൾ വരുൺ പറയുക, എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. മുത്തശ്ശി ഇതിനേക്കാളും വലിയ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചു പറയുമെന്ന് എനിക്കറിയാം. മുത്തശ്ശിക്ക് എങ്ങനെയെങ്കിലും നമ്മളുടെ ഈ വിവാഹം മുടക്കണം, അങ്ങനെയുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതല്ല വരുൺ, ഇനി ഇതിൻ്റെ പേരിൽ അച്ഛനെയും അമ്മയും ഉപദ്രവിക്കുമോ മുത്തശ്ശി? അത് കേട്ടിട്ടേ വരുൺ പറയാ, തൽക്കാലം അതൊക്കെ അങ്ങോട്ട് വിട്. നമ്മളിപ്പോൾ നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ടേ ആദ്യ യാത്രയിലാണ്. ഈ നേരത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് കേട്ട് രാധിക ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് വരുണിനെ നോക്കി ചോദിക്കുന്നു, പിന്നെ എന്താ പറയേണ്ടത്? രാധികയുടെ ആ ചോദ്യത്തിന് മുന്നിൽ ചിരിച്ചുകൊണ്ട് വരുൺ പറയുക, ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ ഈ പ്രണയം പൂവണിഞ്ഞ ഈ വിവാഹ ദിവസം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനില്ലേ? നോക്കിക്കേ, ഒന്നും അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞാലേ ഞാൻ പതുക്കെ ഓരോന്നങ്ങോട്ട് പഠിപ്പിച്ചു തരാം. പക്ഷെ ഇപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, താനൊരു പാട്ട് പാട്. അയ്യോ, പാട്ട് പാടാനോ? ഈ വേഷത്തിലിരുന്നോണ്ടോ? അപ്പോൾ വരുൺ പറയാം, അതല്ലടോ ഞാൻ പറഞ്ഞത്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന്. ദാണ്ടെ എൻ്റെ ഡിമാൻഡുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പോഴേ താൻ എൻ്റെ ഭാര്യയാണ്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നോട് എന്ത് വേണേലും പറയാം, അനുസരിപ്പിക്കാം, കൽപ്പിക്കാം. അത് കേട്ട് രാധിക പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്ന, വേണോ? വരുൺ പറയുന്നുണ്ട്, വേണോടോ. എടോ, ഒരു 2 വരി മോളോടോ. താനൊരു ഗായികയല്ലേ? ഇപ്പോഴത്തെ പെൺകുട്ടികൾ സ്വന്തം കല്യാണത്തിൻ്റെ അന്ന് പാടി ആടി അടിച്ച് പൊളിക്കുമല്ലേ? അതൊക്കെ താൻ കണ്ടിട്ടില്ലേ? അതുപോലെ ഗായിക രാധികയുടെ കല്യാണത്തിനൊരു പാട്ട് ഭർത്താവിന് വേണ്ടി പാടുവാണ്. ഒരു 2 വരി പാടുന്നേ പ്ലീസ്. വരുൺ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് രാധിക പാടുന്നുണ്ട്. എന്തിന് വേറൊരു സൂര്യോദയം എന്ന പാട്ടാണ് രാധിക പാടുന്നത്. ആ പാട്ടങ്ങനെ ആസ്വദിച്ച് രാധികയെ നോക്കിക്കൊണ്ട് വരുൺ ഇങ്ങനെ കാറ് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഈ സമയം ശ്യാമയും അമൃതയും ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ്. ശ്യാമ പ്രാർത്ഥിക്കുവാണ്, ഭഗവാനെ, എൻ്റെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചടങ്ങാണ് ഇപ്പോഴിവിടെ അങ്ങയുടെ അനുഗ്രഹത്തോടുകൂടി നടന്നത്. എൻ്റെ മോൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇനി അവളെ സങ്കടപ്പെടുത്തല്ലേ ഭഗവാനെ. എൻ്റെ ഭഗവാനെ, എൻ്റെ മോളെ കാത്തോണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആരതി ചോദിക്കുന്നു, ചെറിയമ്മ ഇപ്പോൾ ഹാപ്പിയാണോ? പിന്നെ അല്ലാതെ ഇതിലും വലിയൊരു സന്തോഷം, ഇതുപോലൊരു മുഹൂർത്തം എൻ്റെ ജീവിതത്തിൽ ഏതാണിനി വരാനുള്ളത്? പക്ഷേ കയ്യടി മുഴുക്ക കൊണ്ടുപോയത് ദേവനാരായണൻ തിരുമേനിയാണ്. കല്യാണം ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാൽ ഫിദയ്ക്കിത് കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും ആ വലിയ മനസ്സിൻ്റെ ഉടമ ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. ഭഗവാൻ അങ്ങനെ അയാളെ കൊണ്ട് പറയിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് എൻ്റെ മോളെ അനുഗ്രഹിക്കാനല്ലേ എനിക്ക് പറ്റത്തുള്ളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഞാൻ അഭിമാനത്തോടെ എൻ്റെ മോളെ ചേർത്ത് പിടിച്ചു. അമൃത പറയുക, ആ സുകുമാരിയമ്മയുടെ വരവ് ചില്ലറ കുഴപ്പമൊന്നും അല്ല ഉണ്ടാക്കിയത്. എന്നാലും ചില മാനസികമായ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. പക്ഷേ അവരവിടെ വന്ന് പറഞ്ഞ കാര്യം കേട്ടില്ലേ, പ്രിയങ്ക ജീവനോടുണ്ടെന്ന്. അപ്പോൾ ആരതി പറയാ, അമൃത ആൻറ്റി, ആ മുത്തശ്ശി വന്നങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചത് ആ 3 പേരെയാണ്. കൽപ്പന, ഉർവശി, ആ ചെറിയച്ഛൻ ചന്ദ്രശേഖരൻ. ഏതെങ്കിലും രീതിയിൽ ഈ വിവാഹം ഒന്ന് മുടങ്ങട്ടെ എന്നുള്ള ഭാവത്തിലായിരുന്നു അവളുടെ നിൽപ്പ്. ചന്ദ്രശേഖരൻ പ്രത്യക്ഷമായിട്ടും അതിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് ശ്യാമ പറയാം, ശരിയാ, എനിക്ക് മോളെ വരുണിനോടൊപ്പം വിവാഹം കഴിച്ച് വിട്ടെങ്കിലും പേടിയുണ്ട്. എൻ്റെ കുഞ്ഞിനെ അവർ ദ്രോഹിക്കും. അത് കേട്ട് അമൃത പറയുക, ആരതിക്ക് കാര്യം മനസ്സിലായില്ലേ? ഇനി ശ്യാമയ്ക്ക് ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു കാരണം കൂടെ കിട്ടിയെന്ന്. അത് കേട്ട് ശ്യാമ ഏട്ടത്തിന്ന് വിളിക്കുമ്പോൾ അമൃത പറയുക, ഇത്രയും നാൾ എൻ്റെ മോളെ ആര് സംരക്ഷിക്കുമെന്ന് ഓർത്തിട്ടായിരുന്നു. ഇപ്പോൾ അവളെ സംരക്ഷിച്ചവനെ ഓർത്തിട്ടാണ്. ചെറിയമ്മ പേടിക്കണ്ട. പറയേണ്ടതൊക്കെ ഞാൻ 2 കൂട്ടരോടും പറഞ്ഞിട്ടുണ്ട്. താലികെട്ടിന് മുമ്പ് തന്നെ ആ ചേട്ടത്തെയും അവളുടെ ചെറിയമ്മയും ഞാൻ കണ്ടിരുന്നു. രാധിക യാതൊരു കാരണവശാലും ദ്രോഹിക്കാൻ പാടില്ലെന്ന് ഞാൻ താക്കീതും കൊടുത്തിട്ടുണ്ട്. രാധികയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരടി കിട്ടിയാൽ തല കുനിക്കുകയല്ല വേണ്ടത്, അടിച്ചവൻ്റെ കണ്ണിൽ നോക്കിയിട്ട് തിരിച്ചടിക്കണമെന്ന്. ആരതി അങ്ങനെ പറഞ്ഞത് കേട്ട് അയ്യോ മോളെ എന്ന് ശ്യാമ പറയുവാണ്. ഇത്രയും നാളും ചെറിയമ്മ രാധികയ്ക്ക് പകർന്നു കൊടുത്തത് വെറും സഹതാപം മാത്രമാണ്. കൊല്ലാൻ വരുന്നവരോട് അത് പാടില്ല ചെറിയമ്മേ. അപ്പോൾ അമൃത പറയുവാണ്, സാധാരണ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ അവരോട് നല്ല രീതിക്ക് പെരുമാറുമോ, എല്ലാവരോടും ബഹുമാനത്തോടെ സ്നേഹത്തോടെ നടക്കുമോ
എന്നൊക്കെയായിരിക്കും അമ്മമാരുടെ പേടി. പക്ഷേ രാധിക മോളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടി വേണ്ട. ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ മോളെ ഭഗവാൻ കാത്തുരക്ഷിക്കട്ടെ എന്നൊക്കെ ശ്യാമയും പറയുവാണ്. അവൾ ഭഗവാന്റെ കുഞ്ഞാണ്. അമ്മ ഉപേക്ഷിച്ചിട്ടും ഭക്തിയുടെ ഭഗവാന്റെ തൊട്ടിലിൽ കിടന്ന കുഞ്ഞാണ്. എൻ്റെ കൃഷ്ണ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശ്യാമ പ്രാർത്ഥിക്കുവാണ്. ഈ സമയം എന്തൊക്കെയോ ആലോചിച്ച് ദേഷിച്ചിങ്ങനെ ഇരിക്കുവാണ് സുകുമാരിയമ്മ. യശോദയാണെങ്കിൽ പേടിച്ച് പതുക്കെ സുകുമാരിയമ്മയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. സുകുമാരിയമ്മയാണെങ്കിൽ ഇപ്പം കടിച്ചു കീറി കൊല്ലുമെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ യശോദയെ നോക്കുക. യശോദ വന്നിട്ട് ദേവനോട് പറയുന്നുണ്ട്, ദേവേട്ട അമ്മ ഇപ്പോഴും അതേ ഒരു ഇരിപ്പ് തന്നെയാണ്, കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു ദേവേട്ട. അപ്പോൾ തന്ത്രി പറയുന്നുണ്ട്, ആ വൈദ്യൻ ഇപ്പോഴും എത്തും, അയാളെ ബാധ ഒഴിപ്പിക്കുന്ന ആളുകൂടിയാ. എനിക്കാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ സാഹചര്യം വരുമ്പോൾ അതൊന്നും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഈ സമയം ഓട്ടോറിക്ഷയിൽ ആ വൈദ്യനും ശിഷ്യനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. വൈദ്യൻ അങ്ങനെ സുകുമാരിയമ്മയുടെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്നു. തന്ത്രി കാര്യങ്ങളൊക്കെ പറയുവാണ്. എൻ്റെ മകൾ കുറച്ച് ദിവസം മുമ്പ് മരിച്ചു. എൻ്റെ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. അപ്പോൾ യശോദ പറയുന്നത്, ഇപ്പോൾ അമ്മ പറയുന്നത് മരിച്ച ഞങ്ങളുടെ മോളെ അമ്മ ജീവനോടെ കണ്ടെന്നാ. അപ്പോഴാ വൈദ്യൻ പറയുന്നത്, ഇങ്ങനെ ചില ഉന്മാദ ലക്ഷണങ്ങൾ ചിലരിൽ കാണാറുണ്ട്, എന്തായാലും ആളെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ തന്ത്രി യശോദയോട് പറയുന്നു, യശോദയെ അമ്മയെ വിളിക്ക്. അങ്ങനെ യശോദ വന്ന് സുകുമാരിയമ്മയെ വിളിക്കുന്നു. അമ്മേ, ദേവേട്ടൻ വിളിക്കുന്നു. എന്തിനാ? ഞാൻ പറയുന്നതൊന്നും ആരും വിശ്വസിക്കത്തില്ലല്ലോ. എൻ്റെ മോൾ ജീവിച്ചിരിപ്പുണ്ട്, അവളെ ഞാൻ കണ്ടുപിടിച്ചോളാം. അവളെ കൊണ്ടുവന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിർത്തും, അപ്പോൾ നിങ്ങളൊക്കെ വിശ്വസിച്ചാൽ മതി. ഒന്ന് എഴുന്നേറ്റ് വാമ്മേ എന്നും പറഞ്ഞ് യശോദ സുകുമാരിയമ്മയുടെ കൈക്ക് പിടിക്കുന്നുണ്ട്. ദേഷ്യത്തോടെ സുകുമാരിയമ്മ ആ കൈ അങ്ങ് തട്ടി മാറ്റുവാണ്. പെട്ടെന്ന് എന്തോ സുകുമാരിയമ്മ മനസ്സിലൊന്ന് ആലോചിച്ചിട്ട് യശോദയോടൊപ്പം പുറത്തോട്ട് വരുന്നുണ്ട്. എന്താടാ, എന്തിനാടാ നീ എന്നെ വിളിപ്പിച്ചത്? അപ്പോൾ തന്ത്രി സുകുമാരിയമ്മയുടെ കൈക്ക് പിടിച്ചിട്ട്, അമ്മ വാ, അമ്മ ഇവിടെ വന്നൊന്ന് ഇരിക്കി. അമ്മയെ ചികിത്സിക്കാൻ വന്ന വൈദ്യരാണിത്. എന്നെ ചികിത്സിക്കാൻ? എനിക്കതിന് എന്തുവാടാ അസുഖം? അയ്യോ അമ്മേ, അമ്മയ്ക്ക് അതിന് കാര്യമായിട്ടൊന്നുമില്ല, ചില സംശയങ്ങൾ, അമ്മയുടെ ചില തോന്നലുകൾ. എടാ, നിന്നോട് ആരാടാ പറഞ്ഞത് എൻ്റെ തോന്നലാണെന്ന്? എൻ്റെ പേരക്കുട്ടി പ്രിയങ്ക ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ അവളെ ജീവനോടെ കണ്ടതാ. അപ്പോൾ വൈദ്യൻ ഇതൊക്കെ കണ്ടിട്ട് പറയാം, അതിനെന്താ, നമുക്കിതെല്ലാം പരിഹരിക്കാം. ദേഷ്യത്തോടെ സുകുമാരിയമ്മ വൈദ്യരെന്ന് നോക്കിയിട്ട്, എന്ത് പരിഹരിക്കാമെന്ന്? എന്ത് പരിഹാരം ഇനി ചെയ്യാൻ പോകുന്നത്? ഇവനും ഇവളും കൂടെ ചേർന്ന് കല്യാണം നടത്തിയിട്ട്. പക്ഷെ ഒന്നുണ്ട്, അവരെ രണ്ടുപേരെയും ഞാൻ സ്വസ്ഥതയോടെ ജീവിക്കാൻ വിടത്തില്ല, രണ്ടിനെയും കൊല്ലണം എന്നും പറഞ്ഞ് കലിതുള്ളി സുകുമാരിയമ്മ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അയ്യോ അമ്മേ, അവിടെ നിന്ന് നിൽക്കമ്മേ എന്നും പറഞ്ഞ് യശോദയും തന്ത്രിയും പുറകെ ഓടുന്നുണ്ട്. അപ്പോൾ വന്ന വൈദ്യൻ ശിഷ്യനോടും പറയാൻ താനോട് അങ്ങോട്ട് ചെല്ലുന്നു. അങ്ങനെ വൈദ്യരുടെ ശിഷ്യനും പിന്നാലെ ഓടുകയാണ്. തന്ത്രി അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, അമ്മ ഇത് എവിടെ പോവുക? അമ്മ എന്തുവായി കാണിക്കുന്നത്? വിടടാ എൻ്റെ കൈ എന്നും പറഞ്ഞ് തള്ളി മാറ്റിയിട്ട്, എനിക്ക് കൊല്ലണം, എനിക്ക് അവരെ രണ്ടുപേരെയും കൊല്ലണം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഓടുന്ന സുകുമാരിയമ്മയുടെ പിന്നാലെ യശോദയും തന്ത്രി ആ ശിഷ്യനും ഓടിപ്പോവുകയാണ്. അമ്മ ഇത് എവിടോട്ടാ ഓടിപ്പോകുന്നത്? ഞാൻ അവരുടെ അടുത്തേക്ക് പോവുകടാ. അപ്പോൾ വൈദ്യൻ പറയുന്നുണ്ട്, ബഹളം വെക്കാതെ അവിടെ ഇരിക്കുക. അങ്ങനെ അവരെല്ലാവരുടെ ചേർന്ന് സുകുമാരിയമ്മയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നെ വിടെന്നും പറഞ്ഞ് സുകുമാരിയമ്മ ബഹളം വെക്കുക. തന്ത്രി സങ്കടത്തോടെ പറയുക, എൻ്റെ അമ്മ ഒന്നും മിണ്ടാതിരിക്കമ്മേ, എന്നെ വിടാനാ പറഞ്ഞത്, എനിക്ക് അവരെ രണ്ടുപേരെയും കൊല്ലണം എന്നൊക്കെ വിളിച്ചു പോവാണ്. അത് കേട്ട് അയൽവാസികളായ രണ്ടുപേരും അങ്ങോട്ട് വരുന്നുണ്ട്. വൈദ്യൻ പറയുന്ന അവരെ പിടിച്ചോളുവെന്ന്. അങ്ങനെ വന്നവരും എല്ലാവരും ചേർന്ന് സുകുമാരിയമ്മ ഇങ്ങനെ അടങ്കം പിടിച്ചിരിക്കുക. സുകുമാരിയമ്മയാണ് ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുക, വിട്, എനിക്ക് അവരെ പോയി കൊല്ലണം, എൻ്റെ പ്രിയങ്ക മോളെ ഞാൻ കണ്ടതാ, എടാ വിടറാ, എടാ ദേവാ എന്നെ വിടറാ, എടാ നിന്നോട് എന്നെ മര്യാദയ്ക്ക് വിടാനാ പറഞ്ഞ് എന്നും പറഞ്ഞ് സുകുമാരിയമ്മ വലുതായിട്ട് ബഹളം വെക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരുടെ വൈദ്യൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുവാണ് സുകുമാരിയമ്മ. സുകുമാരിയമ്മ ഒരു വല്ലാത്ത ഉന്മാദ അവസ്ഥയിൽ തന്നെ ആ വൈദ്യനോട് ചോദിക്കുവാണ്, നിങ്ങളെന്നെ എന്താ ചെയ്യാൻ പോവുക? അപ്പോൾ വൈദ്യൻ പറയുന്നുണ്ട്, ധാരയും നസ്യവും അങ്ങനെ സകല പ്രയോഗങ്ങളും ചെയ്യേണ്ടി വരും. അത് കേട്ട് സുകുമാരിയമ്മ കലുതുള്ളിക്കൊണ്ട് ചോദിക്കുക, ആർക്കാടാ ധാര കോരേണ്ടത്? എൻ്റെ ദേഹത്തെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ സകലതിനെയും ഞാൻ കൊന്നുകളയും, എന്നെ വിടറാ എന്നും പറഞ്ഞ് ബഹളം വെക്കുക. അപ്പോൾ വൈദ്യൻ പറയുന്നത്, വേറെ നിവൃത്തിയില്ല, ഒന്ന് പിടിച്ച് കെട്ടണം. അങ്ങനെ തന്ത്രിയും യശോദയും വൈദ്യൻ്റെ ശിഷ്യനും ആ കൂടെ വന്നവ എല്ലാവരും ചേർന്ന് സുകുമാരിയമ്മയെ പിടിച്ച് കെട്ടാൻ നോക്കുവാണ്. എന്നെ വിടരാന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്നവരൊക്കെ സുകുമാരിയമ്മ ചവിട്ടുകയും തൊഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തന്ത്രി സങ്കടത്തോടെ പറയുന്നുണ്ട്, അമ്മയെ ഒന്ന് അടങ്ങി നിൽക്കമ്മേ, വിടടാ, എനിക്ക് എൻ്റെ പ്രിയങ്ക മോളെ കാണണം. ശരി, അമ്മയെ ഞാൻ കാണിക്കാം. അപ്പോൾ വൈദ്യൻ പറയുന്ന, അമ്മയെ അകത്തോട്ട് കൊണ്ടുവരാൻ.
അങ്ങനെ സുകുമാരിയമ്മയും കൂട്ടിയിട്ട് അവരെല്ലാവരും അകത്തോട്ട് പോവുകയാണ്. അയ്യോ, എനിക്കെൻ്റെ പ്രിയങ്ക മോളെ കാണണം, എന്നെ വിടടാ, ആരാടാ എന്നെ കെട്ടിയത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോവുകയാണ് സുകുമാരിയമ്മ. അപ്പോഴാ അടുത്ത വീട്ടുകാർ പറയുന്നുണ്ട്, ആ പാവൻ രാധിക കൊച്ചിനെ കൊല്ലാൻ നോക്കിയതാ, അതിന് ദൈവം കൊടുത്ത ശിക്ഷയായത്. ഈ സമയം വരുണൻ രാധികയും വരുന്നതെന്ന് നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. കണിമംഗലത്ത് പരമേശ്വരനും സൂര്യയും പത്മിനിയും ജയഭാരതിയും തൊട്ടരികിൽ തന്നെ നിൽപ്പുണ്ട് കൽപ്പനയും ഉർവശിയും. അങ്ങനെ അവരുടെ അടുത്തോട്ട് സന്തോഷത്തോടെ വരുണൻ രാധികയും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അവർ വരുന്നതെന്ന് നോക്കി സന്തോഷത്തോടെ അവരെല്ലാവരും നിൽക്കുവാണ്. പക്ഷേ ദേഷ്യത്തോടെ ഉർവശിയും കൽപ്പനയും ഇങ്ങനെ പല്ലി കടിച്ച് നിൽപ്പുണ്ട്. പരമേശ്വരൻ വളരെ സന്തോഷത്തോടെ കയറി വാ എന്നിങ്ങനെ അവരോട് രണ്ടുപേരോടും പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ, നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുക. പഴയകാലത്തെ ചില വേദനയുള്ള ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ ഇനിയുള്ള ജീവിതം നിങ്ങൾക്ക് സന്തോഷമായും ആനന്ദമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അമ്മയുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങിച്ച് അകത്തോട്ട് കയറിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ജയഭാരതി അമ്മയും പത്മിനിയും അകത്തോട്ട് പോവുകയാണ്. ഇതെല്ലാം കണ്ട് കൽപ്പനയും ഉർവശി ഇങ്ങനെ ദേഷ്യത്തോടെ അവിടെ നിൽക്കുക. പത്മിനി ആരതി തട്ടുമായി വരുമ്പോൾ പിന്നാലെ നിലവിളക്കുമായി ജയഭാരതി അമ്മയും വരുന്നുണ്ട്. പത്മിനി അങ്ങനെ സന്തോഷത്തോടെ വരുണിനെയും രാധികയും ആരതി ഒഴിയുവാണ്. ജയഭാരതി അമ്മ നിലവിളക്ക് രാധികയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. വാ മോളെ, ഐശ്വര്യമായിട്ട് വലതുകാൽ വെച്ച് അകത്തോട്ട് കയറി വാ. അങ്ങനെ രാധിക വലതുകാൽ വെച്ച് കണിമംഗലത്തോട്ട് കയറുകയാണ്. പിന്നാലെ എല്ലാവരും പുറകെ വരുന്നുണ്ട്. രാധികയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് അങ്ങനെ പത്മിനി വാങ്ങിച്ച് ആ ടേബിളിലോട്ട് വെക്കുവാണ്. അപ്പോൾ ജയഭാരതി അമ്മ പറഞ്ഞു, ഇനി മുതൽ നീ ഈ കണിമംഗലത്തെ മരുമകളാണ്, കണിമംഗലത്തെ സകല യോഗ്യതയുള്ള മരുമകൾ. അത് കേട്ട് വരുണൻ രാധിക ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുവാണ്. അപ്പോൾ ജയഭാരതി അമ്മ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നീ നിന്റെ അർഹതയെക്കുറിച്ച് ചിന്തിക്കരുത്. നിന്റെ കഴിവുകളും നിന്റെ അർഹതകളും ഞങ്ങളെല്ലാവരും ഒന്നുപോലെ അംഗീകരിച്ചിട്ടുള്ളതാ, കേട്ടോ മോളെ. അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ രാധിക പറയുന്നു, ഒരു വീഴ്ചയും വരാതെ നോക്കാൻ ശ്രമിക്കാം മുത്തശ്ശി. പക്ഷെ എന്തെങ്കിലും അതിലൊരു വീഴ്ച വന്നാൽ എന്നെ അമ്മയും മുത്തശ്ശിയും ചേട്ടത്തിയും ചെറിയമ്മയൊക്കെ തിരുത്തി തരണം, കേട്ടോ. അത് കേട്ട് ചിരിച്ചോണ്ട് സൂര്യ ചോദിക്കുന്നു, അതെന്താ രാധികെ, പെണ്ണുങ്ങൾക്ക് മാത്രമേ തിരുത്താൻ പറ്റത്തുള്ളൂ, ചേട്ടനും അച്ഛനും ഒന്നും പറ്റില്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും അല്ല ചേട്ടാ ഉദ്ദേശിച്ചത്, അടുക്കളയിലെ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത്, മനസ്സുകൊണ്ട് വീണ്ടും ആ അടുക്കളക്കാരി ആകാൻ ശ്രമിക്കേണ്ടെന്ന്. ഇനി കണിമംഗലത്തെ നടുക്കളത്തിലാണ് നിന്റെ സ്ഥാനം. എൻ്റെ അനിയൻ്റെ ഭാര്യയായിട്ട്, നീ ഇവിടെ പരിപൂർണ അവകാശമുള്ളവളായിട്ട്, മനസ്സിലായോ എന്നിങ്ങനെ സൂര്യ ചോദിക്കുമ്പോൾ വരുണും രാധികയും നിന്ന് ചിരിക്കുവാണ്. എന്നിട്ട് സൂര്യ കൽപ്പനയോട് ചോദിക്കുന്നു, അങ്ങനെയല്ലേ കൽപ്പനയെ വേണ്ടത്? അതേന്ന് കൽപ്പനയും പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ഉർവശി പറയാ, ഞാൻ മനസ്സുകൊണ്ട് രാധികയെ എപ്പോഴേ സ്വീകരിച്ചു കഴിഞ്ഞു. അത് കേട്ട് ജയഭാരതിയമ്മ പറയാം, അപ്പോൾ പിന്നെ ഇവിടെ യാതൊരു കുഴപ്പവുമില്ല. ഇനിയിപ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാലും അതിശയപ്പെടേണ്ട കാര്യമില്ല. പത്മിനി, ഇനി പൂജാമുറിയിലെ ചടങ്ങുകൾ ചെയ്യണ്ടേ? ആ, ചെയ്യണമമ്മേ. ഞാൻ അവിടെ എല്ലാം ഒന്നുകൂടെ ഒന്ന് ഒരുക്കട്ടെ. ഈ സമയം നാടോടികളോടൊപ്പം ഇരുന്ന് പ്രിയങ്ക ഭക്ഷണം കഴിക്കുവാണ്. പ്രിയങ്ക ഭക്ഷണം കഴിക്കുന്നത് നോക്കി മല്ലിയുടെ അമ്മ, പ്രിയങ്കയെ മല്ലി എന്നാണല്ലോ വിളിക്കുന്നത്, അവരിങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വരുണും രാധികയും തമ്മിലുള്ള വിവാഹം നല്ലതുപോലെ നടന്ന് ഇനി സുകുമാരിയമ്മ ഭ്രാന്ത് കാണിച്ച് അത് കലക്കാൻ വരുമോ, ഇനി അഥവാ മല്ലികയായിട്ട് നിൽക്കുന്ന പ്രിയങ്ക നേരിട്ട് വരുമോ എന്നൊക്കെയുള്ള അറിയാനുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.